ജാതി അധിക്ഷേപ വിവാദത്തിൽ കേരള സർവകലാശാല സെനറ്റിൽ പ്രതിഷേധം. ആരോപണ വിധേയയായ ഡീൻ ഡോക്ടർ CN വിജയകുമാരിയെ സെനറ്റ് യോഗത്തിൽ നിന്ന് പുറത്താക്കണം എന്നാണ് ഇടതംഗങ്ങളുടെ ആവശ്യം. വിജയകുമാരി ടീച്ചർ ഒരു സ്ത്രീ എന്ന പരിഗണന കൊടുക്കാതെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു വ്യാജ ആരോപണമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. തീർത്തും അടിസ്ഥാനമില്ലാത്ത ആരോപണമാണ്. വിജയകുമാരി ടീച്ചർക്കെതിരെ ദളിത് പീഡനമാണ്. 15 വർഷമായിട്ട് ടീച്ചർ ദളിത് പീഡനം നടത്തുന്നുവെന്നാണ് ഈ പരാതി. ഈ വിഷയത്തിലേക്ക് അതൊരു അക്കാഡമിക് മെറിറ്റ് ആണ്. അത് ജാത്യധിക്ഷേപം കൊണ്ടാണ് ഈ അധ്യാപിക ഇവിടെയും പറഞ്ഞതായിട്ട് നമ്മുടെ മുന്നിലില്ല. ഇത് കേരള സർവകലാശാലയിലെ പഠിക്കാത്ത വിദ്യാർത്ഥികൾ SFIയുടെ ഹുങ്ക് ഉപയോഗിച്ച് PhD ബിരുദം സമ്പാദിക്കുന്നു. അതിനെതിരെയുള്ള ഒരു ധാർമ്മിക പോരാട്ടമാണ്. ആരംഭിച്ച സെനറ്റ് യോഗം ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ സെനറ്റ് യോഗത്തിന്റെ ഔദ്യോഗിക നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും സെനറ്റ് അംഗങ്ങളും ഈ യോഗത്തിൽ പ്രതിഷേധം തുടരുകയാണ്. 3 MLA അടങ്ങുന്ന അംഗവും പ്രതിഷേധം തുടരുന്നുണ്ട്. അതേസമയം SFI പ്രവർത്തകരും BJP അനുകൂല സിൻഡിക്കേറ്റ് അംഗങ്ങളും തമ്മിലാണ് സർവകലാശാലയ്ക്ക് മുന്നിൽ വാക്കേറ്റമുണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഡീൻ CN വിജയകുമാരിക്കെതിരെ ജാതി അധിക്ഷേപം നടത്തിയെന്നുള്ള പരാതി ഗവേഷണ വിദ്യാർത്ഥി നൽകിയിരുന്നു. ആ വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും CN വിജയകുമാരി സെനറ്റ് അംഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ CN വിജയകുമാരിയെ ആ യോഗത്തിൽ നിന്ന് പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ സെനറ്റ് അംഗങ്ങളും പ്രതിഷേധിക്കുന്നത്. ആ പ്രതിഷേധത്തിനിടെയാണ് BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ സർവകലാശാലയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി വരികയും മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്ത് അതിനിടെയാണ് ചില വിവാദ പരാമർശങ്ങൾ കൂടി നടത്തിയത്. കാരണം CN വിജയകുമാരി ടീച്ചർ അത്തരത്തിൽ ജാതി അധിക്ഷേപം നടത്തുന്ന ആളല്ലെന്നും ആ CN വിജയകുമാരി ടീച്ചർ സ്വന്തം വീട്ടിൽ ഒരു ഭക്ഷണം വിളമ്പുന്നയാൾ ദളിത് വിഭാഗത്തിലുള്ള സ്ത്രീയാണെന്നുമുള്ള വിവാദ പരാമർശം നടത്തി. ഇതേ തുടർന്നാണ് SFI പ്രവർത്തകർ ഈ വിഷയത്തിലേക്ക് ഇടപെടുകയും SFI പ്രവർത്തകരും BJP സിൻഡിക്കേറ്റ് അംഗങ്ങളും തമ്മിൽ ഏകദേശം 10 മിനിറ്റോളം സർവകലാശാലയ്ക്ക് മുന്നിൽ വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തു.